1835 പേർഷ്യയിലെ സാഗ്രസ് പർവ്വത പ്രദേശത്ത് സഞ്ചരിക്കുകയായിരുന്ന ഹെൻറി റാവ്ലിൻസൺ എന്നൊരു യുവ ഇംഗ്ലീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ഒരു പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പാറയിൽ കൊത്തിയ ഒരു വലിയ ലിഖിതം കണ്ടെത്തി. അദ്ദേഹം ലിഖിതം പകർത്തുവാൻ തുടങ്ങി. BC 516 പേർഷ്യൻ രാജാവായ ദാരിവേശ് ഒന്നാമൻ തൻ്റെ ഭരണത്തിൻ്റെ സ്മാരകമായി ഈ ലിഖിതം ആലേഖനം ചെയ്തു. ഇതേ ദാരിവേശ് രാജാവിനെയാണ് ദാനിയേൽ, ഹഗായി, എസ്ര എന്നീ പുസ്തകങ്ങൾ വിവരിക്കുന്നത്. കാംബിസസിൻ്റെ മരണത്തിന് ശേഷം സിംഹാസനം കൈക്കലാക്കി കൊള്ളയടിക്കുന്ന ഗൗമതയെ അദ്ദേഹം എങ്ങനെ പരാജയപ്പെടുത്തി വധിച്ചു എന്ന് വിവരിക്കുന്നു. ദൃശ്യത്തിന് മുകളിലൂടെ അഹൂറ മസ്ത ദേവൻ ചിറക് വിടർത്തി നിൽക്കുന്നു. ലിഖിതം 3 ലിപികളിലായിരുന്നു: പേർഷ്യൻ, എലാമൈറ്റ്, ബാബിലോണിയൻ ക്യൂണിഫോം രചനാ ശൈലിയിൽ. 2 വർഷത്തിനിടയിൽ റാവ്ലിൻസൺ ഇവിടെ സഞ്ചരിച്ച് ലിഖിതം പഠിച്ചു. 1847 ആയപ്പോഴേക്കും അദ്ദേഹം ക്യൂണിഫോം എഴുത്ത് പൂർണ്ണമായും മനസ്സിലാക്കി. ബാബിലോണിയൻ, അസീരിയൻ സംസ്കാരത്തെയും ചരിത്രത്തെയും കുറിച്ച് ലോകത്തിന് തുറന്ന ധാരണ നൽകുന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇത്. തൻ്റെ ശ്രമങ്ങൾക്ക് 1855 വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് റാവ്ലിൻസൺ നൈറ്റ്ഹുഡ് പുരസ്കാരം നേടി.